നമസ്കാരം. 2000-കളിൽ ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉയർന്നു വന്ന ഒരു പേരാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ്. കെ നമ്പൂതിരിയും ലത നമ്പൂതിരിയുമായിരുന്നു അതിന്റെ സാരഥികൾ. പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ കമ്പനി 300 കോടി രൂപയുടെ വിറ്റുവരവ് മറികടന്നതായി റിപ്പോർട്ടുകളുണ്ട്. കമ്പനി അതിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന ആ സമയത്ത് വാർഷിക വിറ്റുവരവ് 520 കോടി രൂപയായിരുന്നു. അതായത് 5200 മില്യൺ വരെ. ഇത്തരത്തോളം എത്തിയതായി പല ബിസിനസ് രേഖകളും വ്യക്തമാക്കുന്നുമുണ്ട്. ഈ സമയത്താണ് ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അവർ ഒട്ടനവധി പ്രൊജക്ടുകൾ ഒരേ സമയത്ത് ഏറ്റെടുത്തത്. 2014-15 കാലയളവിൽ കമ്പനിയുടെ പ്രധാന വിഭാഗങ്ങളിലൊന്നായ ക്രിസ്റ്റൽ പ്രൊജക്ട്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ വരുമാനം ഏകദേശം 32.7 കോടി രൂപയായി കുറഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വരുമാനത്തിൽ വൻ ഇടിവ് തന്നെ രേഖപ്പെടുത്തി. LIC, ഹൗസിംഗ് ഫിനാൻസ്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലോൺ ബാധ്യതകളും ഉണ്ടായിരുന്നു. നിക്ഷേപകരുടെ പണം കൃത്യമായി വിനിയോഗിക്കാത്തതും പ്രോജക്റ്റുകൾ മുടങ്ങിയതും വഴി കമ്പനി പാപ്പരാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഒരു കാലത്ത് 500 കോടിയിലധികം വിറ്റുവരവുണ്ടായിരുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് തെറ്റായ സാമ്പത്തിക മാനേജ്മെന്റും CJ റോയിയുമായുള്ള തർക്കങ്ങളും കാരണം 30 കോടിയിലേക്ക് കൂപ്പുകുത്തുകയും ഒടുവിൽ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. പ്രൊജക്ടുകൾ തടസ്സപ്പെട്ടതോടുകൂടി നിക്ഷേപകർ കൂട്ടത്തോടെ പരാതി നൽകാൻ തുടങ്ങിയപ്പോൾ ഉടമസ്ഥർ കുറെ കാലം പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയും അപ്രത്യക്ഷരാകുകയും ചെയ്തു. ബാംഗ്ലൂരിലെയും മറ്റും ഓഫീസുകൾ പൂട്ടിയ നിലയിലായതിനാൽ തന്നെ പല നിക്ഷേപകർക്കും ഇവരെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഉപഭോക്തൃ കോടതിയിലും റെറ അതോറിറ്റിയും പല കേസുകളിലും ഉടമസ്ഥർക്കെതിരെ പണം തിരികെ നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കമ്പനിയുടെ ആസ്തികൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം നൽകാനുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്നു. CJ റോയിയും ക്രിസ്റ്റൽ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്താണ് എന്ന് ഈ ഘട്ടത്തിലാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു മാനേജറായിട്ടാണ് തന്റെ കരിയർ CJ റോയി ആരംഭിച്ചത് പോലും. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റെ വിപണന തന്ത്രങ്ങൾ വഴി കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചു. ഇതിന്റെ ഫലമായി സ്ഥാപകനായ കെ നമ്പൂതിരി റോയിയെ കമ്പനിയുടെ ഒരു ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തി. സ്ഥാപകനായ കെ നമ്പൂതിരിയുടെ ഭാര്യ ലത നമ്പൂതിരിക്കൊപ്പമായിരുന്നു അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പല സുപ്രധാന തീരുമാനങ്ങളും പ്രൊജക്ടുകളും നിയന്ത്രിച്ചിരുന്നത് CJ റോയി ആയിരുന്നു. ഇതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ റോയിക്ക് അവിടെ ഒരു പവർ ഉണ്ടാകുന്നത്. കമ്പനിയുടെ ലാഭവിഹിതത്തിലോ അധികാരത്തിലോ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. എങ്കിലും നിയമപരമായി അതൊരു കുടുംബ നിയന്ത്രിത കമ്പനിയായിരുന്നു. അതായത് കെ നമ്പൂതിരിയും ഭാര്യ ലത നമ്പൂതിരിയുമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഉടമകൾ. കമ്പനിയുടെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അത്. 2006-ൽ അദ്ദേഹം പൊടുന്നനെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും രാജിവെക്കുകയും സ്വന്തമായി ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു. ബിസിനസ് രീതികളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വന്തമായി ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കണം എന്ന ലക്ഷ്യവുമാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ സഹായിച്ചു. എന്നാൽ 2005-ൽ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങിയ ആ സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ചില ഭൂമി ഇടപാടുകളിലും സ്വത്തുക്കളിലും ക്രമക്കേട് നടന്നതായും ചില സ്വത്തുക്കൾ ബിനാമി പേരിൽ മാറ്റിയതായും ആരോപണങ്ങൾ ഉയർന്നു. ഇതേ ചൊല്ലി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥരും റോയിയും തമ്മിൽ വലിയ രീതിയിൽ നിയമയുദ്ധങ്ങൾ നടന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പല പ്രധാന ഭൂമി ഇടപാടുകളും നടത്തിയിരുന്നത് CJ റോയി തന്നെയായിരുന്നു. കമ്പനി വിടുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി വാങ്ങാൻ നിശ്ചയിച്ചിരുന്നതോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഡ്വാൻസ് നൽകിയതോ ആയ ചില തന്ത്രപ്രധാനമായ ഭൂമികൾ അദ്ദേഹം തന്റെ പുതിയ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പേരിലേക്ക് മാറ്റിയതായി ആരോപണങ്ങൾ ഉയർന്നു. ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വരാനിരിക്കുന്ന പല പ്രോജക്ടുകളെയും കാര്യമായി ബാധിച്ചു. റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനം വിശ്വാസ്യതയും മാർക്കറ്റിംഗ് ടീമുമാണ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം സെയിൽസ് ടീമിനെയും റോയി കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പഴയ ഉപഭോക്താക്കളെയും അദ്ദേഹം സ്വാധീനിച്ചു. ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വരുമാനം പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായി. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥർ CJ റോയിക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വിശ്വാസവഞ്ചനയ്ക്കും കേസുകൾ ഫയൽ ചെയ്തു. എന്നാൽ ഈ കേസുകളെല്ലാം വർഷങ്ങളോളം നീണ്ടു. ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും അവർക്ക് കേസുകൾ കൃത്യമായി നടത്താനോ പ്രൊജക്ടുകൾ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു. റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറിയ ശേഷം സ്വന്തം നിലയിൽ വലിയ വിജയം കൈവരിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് വഴിയായിരുന്നു അത്.
ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നുമുള്ള അദ്ദേഹത്തിന്റെ ഈ മാറ്റം അക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയായി. CJ റോയിയുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് അദ്ദേഹത്തിന്റെ പഴയകാല ഇടപാടുകളിലേക്കും വെളിച്ചം വീശുന്നതായിരുന്നു. ഇതുകൊണ്ട് തന്നെയായിരിക്കണം പിന്നീട് ആത്മഹത്യ എന്ന സൂചനയിലേക്ക് വഴി നീങ്ങുന്ന രീതിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കി എന്നതിന് വ്യക്തമായ തെളിവുകളേക്കാൾ ഉപരിയായി ആരോപണങ്ങളും നിയമപരമായ തർക്കങ്ങളുമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഈ തർക്കങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ റോയിയുടെ ബിസിനസ് ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമായി പലരും കാണുന്നു. എന്നാൽ നിയമപരമായി ഇത് തെളിയിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരുകയും ഇപ്പോൾ റോയ് തന്നെ അന്തരിക്കുകയും ചെയ്തിരിക്കുന്നു. ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പും അതിനേക്കാൾ വലിയ വീഴ്ചയുമാണ് CJ റോയിയുടെയും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെയും കഥ. 10,000-ഓളം ജീവനക്കാരുള്ള ഒരു കമ്പനിയിൽ ഇൻകം ടാക്സ് സംബന്ധമായിട്ടുള്ള റെയ്ഡ് മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കമ്പനിയിലെ ലീഗൽ ഓഫീസർമാർക്കും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും പോലെയുള്ള സംവിധാനങ്ങളും ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിരിക്കുമല്ലോ. എന്തായാലും മരണകാരണം പോലീസ് തന്നെ കണ്ടെത്തട്ടെ.